അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെറ്റ് പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ നമ്മളെ CCയിലെ സെറ്റ് അസ്ത്ര ടീമിൻ്റെ പുതിയ ബാച്ച്, അതായത് 90 ഡേ സ്മാർട്ട് സ്റ്റഡി ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടും അതായത് മോഡൽ എക്സാം, വർക്കൗട്ട്, മെൻറ്റർഷിപ്പ്, മോക്ക് ടെസ്റ്റുകൾ, PYQ ഡിസ്കഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയൊരു 90 ഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രശാന്ത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ സെറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സെറ്റ് പരീക്ഷയെ ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊക്കെ അപേക്ഷിക്കാൻ അധികം ലേറ്റ് ആവാതെ അപേക്ഷിക്കുക. കാരണം നമ്മൾ ചിലപ്പം ഈ നാളെ ആവട്ടെ എന്ന് വെച്ചാൽ നീട്ടിക്കൊണ്ടുപോകാതെ നമ്മൾക്ക് അടുത്ത സമയത്ത് തന്നെ നമുക്ക് പറ്റാവുന്ന സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ അപേക്ഷിക്കുക. ഇപ്പോൾ സെറ്റ് പോലുള്ളൊരു പരീക്ഷയ്ക്ക് അധികം ലേറ്റ് ആവാതെ, കാരണം ഒരുപാട് പേര് അറ്റ് എ ടൈമിൽ അപേക്ഷിക്കുന്നതും എഴുതുന്നതുമായ പരീക്ഷയാണ് സെറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അധികം വൈകാതെ സെറ്റിന് വേണ്ടി അപേക്ഷിക്കുക, ഡേറ്റ് കഴിഞ്ഞു പോവാതെ. അപ്പോൾ വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റാം? നോക്കൂ, നമ്മുടെ സെറ്റ് പരീക്ഷ വരാനിരിക്കുന്നത് പ്രോബബലി നടക്കാൻ സാധ്യത ജനുവരി മാസം തന്നെയാണ്. ഓക്കെ, കാരണം ജനുവരി മാസത്തിനിടയ്ക്ക് നമുക്കറിയാം ഇലക്ഷൻ വരുന്നുണ്ട്. അതേപോലെ ആഘോഷങ്ങളുടെ ഒരു വരവ് തന്നെ ഇനി വരാൻ പോകുന്നുണ്ട് അല്ലേ. ക്രിസ്മസ് ആയിട്ടും ന്യൂ ഇയർ ആയിട്ടും ഒക്കെ ഉള്ള ആഘോഷങ്ങൾ വരാനിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇത്തരത്തിൽ ആഘോഷങ്ങൾ ഒരുപാട് വരുന്ന സമയത്ത് ഈ ആഘോഷങ്ങളുടെ ഇടയിൽ നമ്മളെ പഠനം എന്തായി പോരുത്, മുങ്ങിപ്പോരുത്. അപ്പോൾ അതിന് വേണ്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് പഠിക്കണം. പഠിക്കാൻ വേണ്ടി പ്രോപ്പറായിട്ട് സ്റ്റഡി പ്ലാൻ നമ്മൾ എന്ത് ചെയ്യണം, കണക്കാക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരാനിരിക്കുന്ന സെറ്റിന് വേണ്ടി പഠിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിനു വേണ്ടി നമ്മളെ ഒരു ലൈഫ് അതിനുവേണ്ടി സ്പോയിൽ എത്രത്തോളം ചെയ്യണമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എന്താ, നമുക്കറിയാം നമ്മുടെ ഓരോ സെറ്റ് പരീക്ഷ കഴിയും തോറും നമ്മളിപ്പോൾ സെറ്റ് നേടാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള കോമ്പറ്റീഷൻ കൂടുകയാണ് അല്ലേ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ സെറ്റ് ക്ലിയർ ചെയ്യുന്നതോ അത്രയും ഹെൽപ്ഫുള്ളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഒരുപാട് ജോലി സാധ്യതകൾ. HSST പോലുള്ള ഒരുപാട് ജോലി മേഖലകൾ PSCകൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ സെറ്റ് കമ്പൽസറിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു സെറ്റ് നേടിയില്ല, അടുത്തത് മതി എന്ന് വിചാരിച്ച് വീണ്ടും മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ അത്രയും ഹയർ ലെവലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കോമ്പറ്റീഷൻ എത്രത്തോളം നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്തൊരു സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കും. വരാനിരിക്കുന്ന ഒരുപാട് ഉത്സവങ്ങളും ആഘോഷങ്ങളും ഉണ്ടാവും. കുറച്ച് സമയത്തേക്ക് അതൊന്ന് മാറ്റി വെച്ചാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ നമ്മൾക്ക് എന്ത് ചെയ്യാം, പടുത്തുയർത്താൻ വേണ്ടി പറ്റും അല്ലേ. സംഭവം ശരിയാണ്, നമ്മൾ ആഘോഷിക്കേണ്ടതാണ്, ആഘോഷിച്ചോളൂ, കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ ആഘോഷം മാത്രമായി പോകരുത്, നമ്മൾ പഠിക്കാനും കൂടുതൽ സമയം എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും കണ്ടെത്താം. അപ്പോൾ എങ്ങനെയാണ് വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷയ്ക്ക് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ നമുക്ക് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റുക? അതായത് സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളില്ലാത്ത സിലബസിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ നമ്മളെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ എത്രത്തോളമാണ് സെറ്റ് നേടാൻ വേണ്ടത് ഓരോ കാറ്റഗറിക്കും, അതിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് കൂടുതലായിട്ടും എന്താണ്, നമ്മളുടെ PYQസിലുള്ള മാറ്റങ്ങളാണല്ലേ. PYQസിലുള്ള ജനറേഷൻ ചെയ്യുന്നതിനുള്ള മാറ്റങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ സെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം കുറച്ചധികം PYQs നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ തന്നെ ആ ഒരു പാറ്റേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. പിന്നീട് നിങ്ങൾക്ക് ഇനി മുന്നിലുള്ളത് ഒരു 60 മുതൽ 90 ദിവസം വരെയാണ് നിങ്ങളെ മുന്നിലുള്ളത് അല്ലേ. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പഠനം ആരംഭിക്കുക, അതായത് നിങ്ങളുടെ വീക്ക് ഏരിയ, നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് ഏതാ നോക്കുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് ഒരു ദിവസം എത്രത്തോളം നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടി പറ്റും, അല്ലെ ഒരു ദിവസം എത്ര ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പറ്റും, അതെങ്ങനെ. ചിലപ്പം ഇതിലുള്ള ഒരുപാട് ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായേക്കാം, അതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള വീട്ടമ്മമാരുണ്ടായേക്കാം. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന സമയം ഒരു ദിവസം 24 മണിക്കൂറിൽ കിട്ടുന്ന സമയം വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ സമയം, നമുക്ക് കിട്ടാവുന്ന സമയം എങ്ങനെ ഈ പഠനത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്ന് അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും, പഠനത്തിന് എങ്ങനെയാണ് കൂടുതലായിട്ട് ഏതൊക്കെ ഏരിയകൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് പറ്റാവുന്ന സമയം എപ്പോഴാണ്, രാവിലെയാണോ രാത്രിയാണോ, ഫ്രീ ടൈം എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ആ യാത്ര ചെയ്യുന്ന സമയത്ത് എങ്ങനെ പഠിക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, തിരക്കുകളൊക്കെ ഉണ്ടാകും. തിരക്കുകൾക്കിടയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, പഠനത്തിന് നല്ലൊരു ഏരിയ കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, കണക്കാക്കുക. അത്തരത്തിൽ നല്ലൊരു ഏരിയ കണക്കാക്കി നല്ലൊരു സമയം നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന ജനുവരി മാസത്തിലെ സെറ്റ് പരീക്ഷ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ
എന്താണ് അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് നയിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെറ്റ് പരീക്ഷ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ നമ്മളെ CCയിൽ സെറ്റ് അസ്ത്ര ടീമിൻ്റെ പുതിയ ബാച്ച്, അതായത് 90 ഡേ സ്മാർട്ട് സ്റ്റഡി ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലൈവ് ക്ലാസ്സുകളായിട്ടും അതായത് മോഡൽ എക്സാം, വർക്കൗട്ട്, മെൻറ്റർഷിപ്പ്, മോക്ക് ടെസ്റ്റുകൾ, PYQ ഡിസ്കഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മളെ പുതിയൊരു 90 ഡേ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 90 ഡേ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള നമ്പർ അവിടെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ മുഖാന്തരം നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മളെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാം. സെറ്റുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തീർക്കാവുന്നതാണ്. അപ്പോൾ വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷ നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം, അതിനുവേണ്ടി ഒരുമിച്ച് പഠിക്കാം, ഒരുമിച്ച് വർക്കൗട്ട് ചെയ്യാം. നിങ്ങളുടെ സന്തോഷം, അതായത് വരാനിരിക്കുന്ന സെറ്റ് പരീക്ഷ നേടിക്കഴിഞ്ഞ നിങ്ങളുടെ സന്തോഷത്തിൽ ഞങ്ങൾക്കും എന്ത് ചെയ്യാം, പങ്കുചേരാം. അതുകൊണ്ട് തന്നെ ഒട്ടും വെയിറ്റ് ചെയ്യാതെ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമ്മൾ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ വരാനിരിക്കുന്ന ഒരു പുതിയ യുഗത്തിലെ ആദ്യത്തെ സെറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആശംസകളും നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക്